എല്ലാവർക്കും മമ്മൂസ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കപ്പലിലത്തെ ആദ്യത്തെ പ്രഭാതമാണിത്. ഇന്നത്തെ കാഴ്ചകളിൽ ഞാൻ കപ്പലിനുള്ളിലത്തെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു ലക്ഷദ്വീപ് യാത്ര നടത്തിയതുണ്ട്. അത് ഞാൻ ആദ്യം ഇട്ടിരുന്നതുകൊണ്ട് ആ കാഴ്ചകളൊന്നുമില്ല. ബാക്കി കപ്പലിനുള്ളിലത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ നേരം വെളിച്ചാകുമ്പോൾ തന്നെ എണീറ്റ് വന്നു. കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ആണ് ഉള്ളത്. അവിടെ കുറച്ച് പേര് പ്രഭാത സവാരി നടത്തുന്നുണ്ട്. വളരെ കുറച്ച് പേരേ ഉള്ളൂ. അധികം പേരും ഉറക്കത്തിലാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും വെള്ളം മാത്രം. അതിനുള്ളിൽ ഞങ്ങളുടെ കൊച്ചു പട്ടണം കപ്പൽ, കോളിലല്ല എന്ന കപ്പൽ. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ട് നടക്കാം. എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. കപ്പലിൻ്റെ മുകളിൽ സൂര്യോദയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ പുലരിയാണ്. മഴക്കാറൊന്നുമില്ല. കുറേ പേര് വന്ന് ഇരിക്കുന്നുണ്ട് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട്. പ്രഭാതം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളാണ് അല്ലേ? പ്രതീക്ഷകളാണ് നമ്മളെ എല്ലാവരെയും നയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രഭാത സൂര്യൻ്റെ ഇളം വെയിലേറ്റ് കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. പല സ്ഥലത്തും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ പല രീതിയിലുള്ളതുണ്ട്. അതിലൊക്കെ ഇരുന്ന് എല്ലാവരും രസകരമായി പ്രഭാതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ സംസാരത്തിലാണ്, ചിലർ കടലിൻ്റെ ഭംഗി നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കുറച്ച് ഫോട്ടോ ഞാനിവിടെ ഇടുകയാണ്. അതിനിടയിൽ നല്ല കാറ്റ് വീശുകയാണ്. എന്തായാലും സുന്ദരമായൊരു പ്രഭാതം. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അസുലഭ അവസരങ്ങളാണല്ലോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരെയായിട്ട് ദീപസമൂഹം കണ്ടു തുടങ്ങി. തിരമാലകൾ കൊണ്ടടിക്കണതൊക്കെ കാണുന്നുണ്ട്. ഇത്രയും നേരം ശാന്തമായ കടലായിരുന്നു. അപ്പോൾ അതാ തീരത്തോട് അടുക്കുമ്പോൾ തിരമാലകൾ വന്ന് അടിക്കുന്നത് കണ്ട് ദൂരെ ദീപസമൂഹങ്ങൾ കണ്ടു തുടങ്ങി. ഞങ്ങൾ അടുത്ത നേരത്തിനുള്ളിൽ ദീപസമൂഹത്തിൻ്റെ അടുത്തെത്തി. നല്ല ചീറി അടിക്കുന്ന കാറ്റാണ്. ഫോണൊക്കെ തെറിച്ചു വിടുന്ന ശക്തമായ കാറ്റാണ്.
കടലും നീലാകാശവും കൂടി കൂട്ടിമുട്ടുന്ന കാഴ്ച ദൂരെ കാണുന്നു. കുറേ ദൂരെയായിട്ട് ദ്വീപസമൂഹം കാണുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ച. കപ്പൽ നങ്കൂരിടാൻ പോവാണ്. ദ്വീപിന് കുറേ ദൂരെയാണ് കപ്പൽ നങ്കൂരിട്ട് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ബോട്ടിൽ കയറിയിട്ടാണ് പോവുക. ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാറ്റിൻ്റെ തീക്ഷ്ണത കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും നല്ല കാറ്റുണ്ട്. എല്ലാവരും കാറ്റും കൊണ്ട് കുറേ കുടുംബങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. മലയാളി കുടുംബങ്ങളെയും ധാരാളം കണ്ടു. അതിൽ 1-2 കുടുംബങ്ങളായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങോട്ടയിലൊരു കുടുംബത്തെ പരിചയപ്പെട്ടു. വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. നമുക്ക് 2 ദിവസം കൂടി അടിച്ചു കൊടുത്താലേ. എൻ്റെ പേര് പത്മിനി, ചാനലിൻ്റെ പേര് അമ്മൂസ് പ്രാദോഷം. നല്ല കാറ്റില്ലേ? എന്തായാലും നമുക്ക് ലക്ഷ്യം ആളുകളെ ഇറക്കാതെ പ്ലാറ്റ്ഫോമാണ് കാണുന്നത്. ഞങ്ങൾ ഏറ്റവും മുകളിൽ 10ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എട്ടാമത്തെ നിലയിൽ കുറച്ച് ഭാഗത്ത് ഒരു ഗ്ലാസ് ഫ്ലോർ ഉണ്ട്. അവിടെ നിന്നിട്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. താഴേക്ക് നോക്കുമ്പോൾ പേടിയുണ്ട്. ഗ്ലാസിൻ്റെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ എന്നാലും ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോട്ട് നങ്കൂരായിട്ട് കിടക്കുകയാണ്. ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 12 മണിക്കാണ് ഇറങ്ങാനുള്ള സമയം തന്നേക്കണേ. ദൂരെയായി കാണുന്നുണ്ട്. ഒരു ഗ്ലാസ് ഫ്ലോറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ട്. 8ാമത്തെ നിലയിലുള്ള ഒരു ഗ്ലാസ് ഫ്ലോറുണ്ട്. അതിൽ നിന്ന് താഴേക്ക് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. കുറേ മലയാളി കുടുംബങ്ങളുണ്ട്. ഇനി എറണാകുളത്ത് നിന്ന് വന്നൊരു കുടുംബത്തെ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ എവിടെ എന്നാ പറഞ്ഞേ? കൊച്ചി അല്ലേ? എറണാകുളത്ത് കാക്കനാട്. എന്താ പേര്? സിന്ധുഷ, വിനിൽ. നല്ല രണ്ട് പുതിയ പേരുകളാണ്, ഞാൻ കേൾക്കാത്ത പേരുകളാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം.
അപ്പോൾ എങ്ങനെയുണ്ട് യാത്രയൊക്കെ? യാത്രയൊക്കെ വളരെ മനോഹരം. ആ കപ്പൽ യാത്ര ഒരു വ്യത്യസ്ത അനുഭവമാണ്. അതെ അല്ലേ? അതൊന്ന് അതെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ എഴുത്തുകാരിയാണെന്ന് അറിഞ്ഞു. എന്തായാലും ഇനി എഴുതുക. എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. നമുക്ക് ഇനി ഇവിടെ 2-3 ദിവസം കൂടി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വീണ്ടും പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഒന്ന് അമ്മൂസ് അവിയൽ. അത് അവിയൽ വെച്ചാൽ നമുക്കറിയാലോ, കുക്കിംഗ് മാത്രമല്ല എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അവിയലിന് പേരിട്ടത്. ജീവിതം തന്നെ ഒരു അവിയലല്ലേ, അല്ലാതെ മധുരവും വരും പുളിയൊക്കെ ഉള്ളതല്ല. അതുകൊണ്ട് അതുപോലത്തെ ഒരു ചാനലാണ് അത്. പിന്നെ ട്രാവലൊക്കെ ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയേക്കണേ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. എറണാകുളത്ത് നിന്നുള്ള ഈ ഫാമിലീനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. വെച്ച് നോക്കുന്നവർ நைட்டு இந்த வைஃபையை போட்டு ஒரு வீடியோ മാർക്യൂ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. തിയേറ്റർ കാണിച്ചു തരാം. ഇതും ഒരു അത്ഭുത ലോകം തന്നെ. ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് കാണിച്ചു തരാം. BSNL-ന്റെ സിം എടുത്ത് വരാൻ മോശമായി. BSNL ഇല്ല, BSNL ഇവിടെ കിട്ടുന്നില്ല. ശരിക്കൊരു അത്ഭുത ലോകം തന്നെയാണ് ഈ തിയേറ്റർ. നോക്കൂ, എത്ര വലിയ തിയേറ്ററാണ്. ഓരോ ഇരിപ്പിടങ്ങളും വളരെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. അതിനുള്ളിൽ പല കാഴ്ചകളും വേറെ കാഴ്ചകളും കാണാനുണ്ട്. ഇരിപ്പിടങ്ങൾക്ക് ചുറ്റും ചെറിയ ടീപ്പോയി എല്ലാ ഇരിപ്പിടങ്ങൾക്ക് ചുറ്റും കാണുന്നുണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. ഒരു അത്ഭുത ലോകം തന്നെ അല്ലേ? വലിയ തിയേറ്ററാണ്. ഇവിടെയാണ് ഒരു സ്കിറ്റും ഡാൻസും മാജിക് ഷോയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ബാൽക്കണിയിലും നല്ല നല്ല കാഴ്ചകൾ തന്നെ. വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചാണ് ബാൽക്കണി. ആഹാ, എന്താ രസം. വളരെ വിശാലമായ ഒരു തിയേറ്ററിന് ഒരു അത്ഭുത ലോകം തന്നെ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചേട്ടൻ ഒരു ചെറിയ ഒരു മനുഷ്യൻ്റെ പോലെയായിട്ട് കാണുന്നത്. അത്രയ്ക്കും ദൂരമുണ്ട്. വലിയ സ്റ്റേജാണ്. ഇവിടെ അവർ പല കലാപരിപാടികളും അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് രാത്രി ഒരു മാജിക് ഷോ ഉണ്ട് ഇവിടെ. ലക്ഷദ്വീപിൽ പോയി വന്നിട്ട് വേണം അത് കാണാൻ വരാൻ. ഞങ്ങൾക്കിപ്പോൾ ഇനി ലക്ഷദ്വീപിലേക്ക് പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു.
സിനിമയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ തിയേറ്റർ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ കപ്പലിൽ പല കാര്യങ്ങളും കാണിച്ചു തരാണ്ട് അത് അടുത്തടുത്തുള്ള വീഡിയോകളിലായി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിക്കുക. നമുക്ക് പതുക്കെ സ്റ്റേജിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് സ്റ്റേജിൽ നിന്നും കാണുന്ന കാഴ്ചകളാണ്. ആയിരിക്കുന്നത് തിയേറ്ററിൻ്റെ ആൾക്കാരാണ് ആയിരിക്കുന്നത്. അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് തിയേറ്റർ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു കോറിഡോറിൽ കൂടി വേറൊരു ഹാളിലേക്ക് എത്തി. അവിടെ പല ആക്ടിവിറ്റീസുകളും ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ ഞങ്ങൾ ചെയ്തു. രസകരമായ ഒരു സീൻ അതിൽ നിന്നും കാണിച്ചു തരാം. മാഡത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഈ കപ്പലിൻ്റെ ഫുൾ കൺട്രോൾ മാഡത്തിൻ്റെ കയ്യിലാണ്. കണ്ടത് ഇപ്പോൾ ഇടത്തോട്ട് തിരിച്ച് കപ്പൽ നിങ്ങൾ പാർക്ക് ചെയ്യണം. ഓക്കെ, കപ്പൽ പാർക്കായി. ഇനി മതി അത്ര മതി. ഇനി ആ കീ ഊരി എടുത്തോ, ഓഫ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അഡ്മത്ത് ദ്വീപിൽ പോയി കാഴ്ചകൾ കണ്ടു. തിരിച്ചെത്തിയപ്പോൾ കുറച്ച് വിശ്രമം കഴിഞ്ഞ് ഞങ്ങൾ മാജിക് ഷോ കാണാൻ ചെന്നു. മജീഷ്യൻ ഷോ തുടങ്ങി കഴിഞ്ഞിരുന്നു ഞങ്ങളെത്തുമ്പോഴേക്കും. So मेरे पास यहाँ पे एक चाबी है एंड ये मैं आप में से किसी को देने वाला हूँ. So I'm looking for someone who is smart, intelligent and good looking, a guy. Wow! अब ये बहुत important है. आपके साथ है सर? മാജിക് ഷോ കഴിയുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണം കഴിക്കാൻ മുകളിലെത്തിയപ്പോഴാണ് കണ്ടത് അവിടെ ഏതോ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്.
ഇന്ന് ഇവിടെ പ്രിയപ്പെട്ട മണിപ്പൂരുകാരുടെ How many years you are working in this company? With this company, how many years you are This working? company before, since 2019 I work, but due to lockdown I stopped, and this one is new again, and this is 5 months running. Then you are from which state? I am from Manipur. Manipur. Yes. Very good. I hope you are enjoying here, madam. Yes, we are enjoying our day. What is your name, please? My name is Asha. Asha. Yes. Asha means ASHA. hope. Oh, Asha yeah. means hope. Hope. Yeah, thank So let's hope for very good. you. Yeah, really, Okay. really. Everything will be positive hope. fine. Okay. Be positive. Sure, Okay. sure. Yeah, thank you so much, madam. Okay. Yeah. All the best for Thank a you so bright much. future. Okay. Thank you. And Okay. I'm so Thanks happy for to your have- service. Okay. Welcome, welcome. It's Okay. my pleasure to serve Okay. you. And I'm so happy to meet sir and you. Okay. Thank you. Okay. Bye. കപ്പലിലെയും കടലിലെയും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകൾക്കായി നിങ്ങൾ എന്നോടൊപ്പം യാത്ര തുടരുമല്ലോ. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റും ലൈക്കും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്.